എനിക്കൊരു ചക്ക കിട്ടിയായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ കണ്ടം വെട്ടി അതിലെ ചുള തനിയെ മാറ്റി വെച്ച് കുരുതനിയെ മാറ്റി വെച്ചിട്ട് ആ ചുളയെടുത്ത് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുത്ത് ഇനി അതൊരു മിക്സിയുടെ ജാറിലോട്ട് കുറേശ്ശായിട്ടിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. എന്നിട്ട് അതിനെ തനിയെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞൊരു പാത്രം എടുത്ത് അതിലോട്ടൊരു 600 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് പാവ് കാച്ചാനായിട്ട് വെക്കാം. അടുപ്പിലോട്ട് ചൂട് കെട്ടിയുള്ള ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. ഉരുളി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഉരുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പുരാവസ്ഥയാണ് വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചക്കയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിലെ വെള്ളമെല്ലാം കംപ്ലീറ്റായിട്ട് വറ്റി വരണം. അതേസമയം തന്നെ നമ്മുടെ ശർക്കര ഇവിടെ പാവായിട്ടുണ്ട്. അത് ഇതിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. കുറേ നേരം നമ്മൾ ഇളക്കി ഇതിലെ വെള്ളമെല്ലാം കംപ്ലീറ്റായിട്ട് വറ്റി വരണം. കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചുക്കും ഏലക്കയും പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനൊരു ശകലം എടുത്ത് ഒരു പാത്രത്തിൽ വെള്ളത്തിലോട്ട് ഇട്ട് നോക്കുമ്പോൾ അറിയാൻ റെഡി ആയിട്ടുണ്ടോ എന്ന്. കട്ടായിട്ട് തന്നെ ഇരിക്കുവാണെങ്കിൽ റെഡി ആയിട്ടുണ്ട്. ഈ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം വരെ നമുക്ക് പുട്ടിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി